ഞാൻ ഹിന്ദുവല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, വെറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ. ചോര കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിൽ അല്ലി ചെറുക്കൻ. കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്നെ സമ്മതം. സ്നേഹം എന്റെ മതം, എന്റെ ജാതിയാണ് മനുഷ്യത്വം. 100 വട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും പലവട്ടം. ഇവന്റെ കൂട്ടരും ഭീരുവെന്നൊരിക്കൽ തെറ്റിദ്ധരിച്ചെങ്കിൽ പറയാം എന്റെ നാട് കേരളം കേട്ടോ എനിക്ക് വഴങ്ങില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ആക്സസ് 125 BS6-ൻ്റെയും അതേപോലെ തന്നെ എൻഡോർക്കിൻ്റെയും റിവ്യൂ വീഡിയോ അല്ല, നേരെ കമ്പാരിസൺ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് വണ്ടിയും ഏറ്റവും കൂടുതൽ റണ്ണിങ് ഉള്ളൊരു വണ്ടിയുടെ മോഡലാണ് ആക്സസ് 125, സുസൂക്കിയുടെ വണ്ടിയും അതേപോലെ തന്നെ TVSൻ്റെ എൻഡോർക്ക് 125ഉം. ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈലേജിൻ്റെയും പെർഫോമൻസിൻ്റെയും എല്ലാം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ ആക്സസ് 125ൻ്റെ BS6 മോഡലിൻ്റെ റിവ്യൂസും അതേപോലെ തന്നെ 1 മന്ത് ഓടിച്ചതിന് ശേഷമുള്ള റിവ്യൂവും കാര്യങ്ങളും ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് വെച്ചാൽ TVS 125 BS6 അല്ല, BS4 ആണ്. നിങ്ങൾക്ക് വണ്ടി കണ്ടാൽ മനസ്സിലാവും, BS4 മോഡലാണ്, പുതിയ വണ്ടിയാണ്. അറൗണ്ട് ഒരു 1300-1400 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കമ്പാരിസൺ ചെയ്യുന്നത് നെഗറ്റീവും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് രണ്ടും തമ്മിലെ പെർഫോമൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ TVS 125 എൻഡോർക്ക് 125 BS6 മോഡലിൻ്റെ റിവ്യൂ അടുത്തന്നെ ഈ ചാനലുണ്ടാവും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാം. ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗണും കാര്യങ്ങളായതുകൊണ്ട് ഹൈ സെക്യൂരിറ്റിയും കാര്യമായതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വണ്ടി എടുത്ത് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. BS6 മോഡൽ വണ്ടി എടുത്തിട്ട് കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ കയ്യിലില്ല വണ്ടി എടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചങ്ങായിയുടെ വണ്ടിയാണ്, ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ വേറെ ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ റൈഡിങ് റിവ്യൂ അല്ലെങ്കിൽ എന്താ പറയുക 3-4 മാസം ഓടിച്ച റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ. ഞാൻ വണ്ടി കിട്ടുവാണെങ്കിൽ എടുത്തിട്ട് ലോക്ക്ഡൗണും കാര്യങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗണെല്ലാം പോയിട്ടുണ്ട്, എന്നാലും ഷോറൂമും കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് വണ്ടി പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാത്തത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി തന്നെ രണ്ടും, ഇത് നമ്മുടെ വണ്ടി തന്നെയാണ് സ്വന്തമായി. ഇതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആക്സസ് 125 BS6ൻ്റെ ഓവറോൾ റിവ്യൂ. അതേപോലെ തന്നെ TVSൻ്റെ എൻഡോർക്കിൻ്റെ ഒരു മോഡൽ. ഇത് BS4 ആണ്. BS6ന് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ലൈറ്റ് LED ലൈറ്റിൽ ചെറിയ വ്യത്യാസം കാര്യം, ഇതിപ്പം യെല്ലോ ലൈറ്റ് ആയില്ലത് വൈറ്റ് ലൈറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് വരുന്ന ഒരു V ഷേപ്പാണ് പുതിയ BS6 മോഡലിന് വരുന്നത്. പിന്നെ BS6ന് FA എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയ വണ്ടി പറഞ്ഞാൽ ആക്സസ് 125 BS6 ആണ്. കാരണം വെച്ചാൽ ഒരുപാട് കംഫർട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. എൻഡോർക്കിനെ സംബന്ധിച്ചോളം ആക്സസ് ഒരുപാട് മൈലേജും എൻഡോർക്കിനെക്കാട്ടും മൈലേജ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 50 അബോവ് മൈലേജ് കൊടുക്കുന്നുണ്ട്. എൻഡോർക്കിൻ്റെ കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല. തുടർന്ന് ഇപ്പം BS6 മോഡലിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഇടുമ്പം അതിൻ്റെ മൈലേജും കാര്യങ്ങളും കറക്റ്റ് മെൻഷൻ ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ രണ്ട് വണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വണ്ടി ഇപ്പോൾ അറൗണ്ട് ആകെ ഓടിയിട്ടുള്ളത് വെച്ചാൽ 1337 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ആക്സസ് നോക്കുകയാണെങ്കിൽ 3400 കിലോമീറ്റർ ഓടി. രണ്ട് വണ്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആക്സസ് 125നെക്കാട്ടി മുമ്പേ എടുത്ത വണ്ടിയാണ് എൻഡോർക്ക് ഈ 125. ഇത് അറൗണ്ട് ഒരു 2-3 മാസം പഴക്കമുണ്ടാവും. ഇതൊരു 4-5 മാസം പഴക്കമുണ്ട് ഈ രണ്ട് വണ്ടിയും. രണ്ട് വണ്ടിയും നല്ല പുള്ളിങ്ങും കാര്യങ്ങളും നല്ലോണം ഉണ്ട്. എനിക്ക് പിന്നെ എൻഡോർക്കിനെ പറയുകയാണെങ്കിൽ എൻഡോർക്കിന് കുറച്ച് റേസ് കൂടുതലില്ല എനിക്ക് നമുക്ക് ഫീലായി. സാധാ ഒരു സ്കൂട്ടിക്ക് ഉണ്ടാകും കുറച്ച് റേസിങ് ഉണ്ടാവില്ലേ, വണ്ടി പെട്ടെന്ന് ത്രോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് റേസായിട്ട് മെല്ലാണ് സ്പീഡ് കൂടിയിട്ട് വരുന്നത്. വണ്ടി നോക്കുമ്പോൾ രണ്ട് സ്പീഡും കാര്യങ്ങളിലും ഒരേപോലെ തന്നെയാണ്. ആക്സസ് 125 പെട്ടെന്ന് പോകുന്നുണ്ട്, വണ്ടി പെട്ടെന്ന് സ്പീഡായി പോകുന്നുണ്ട്. 90 എത്തിയാൽ പിന്നെ മെല്ലെ ആക്സസ് 125 സ്പീഡ് കയറുന്നില്ല. 90 വരെ പെട്ടെന്ന് എത്തും, 90 അങ്ങോട്ട് കുറച്ച് പാടാണ്. നേരെ മറിച്ച് TVS എൻഡോർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
TVS 90-ന് മുകളിലേക്കും നല്ല സ്മൂത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ കയറി പോകുന്നുണ്ട്. വണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 90-ൻ്റെ മീത്തിലേക്ക് നല്ല പാങ്ങിൽ കയറിയിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒന്ന് പറയാനുള്ള വെച്ചാൽ രണ്ടിൻ്റെയും ഇവിടെയുള്ള സ്പേസാണ്. ആക്സസ് 125ൻ്റെ സ്പേസ് നല്ല രീതിയിൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും എന്താ പറയുക കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ വീതി കൂടിയിട്ടാണ് ഈ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എൻഡോർക്കിന് ആക്സസ് 125നെ അപേക്ഷിച്ചാണെങ്കിൽ സ്പേസ് വളരെ കുറവാണ്. ചെറിയ നമ്മൾ കാല് വെച്ചാൽ പിന്നെ വേറെ ഒന്നും അവിടെ വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ആക്സസ് 125 സ്ട്രെയിറ്റ് സീറ്റാണ് കൊടുത്തിട്ടില്ല, കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് എൻഡോർക്ക് 125ന്. അതും വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലൊരു ചെറിയൊരു ഹൈറ്റ് കൂടിയാക്കലോ ഡിസ്കംഫേർട്ട് ആകുന്നതാണ് നമുക്ക് ഫീൽ ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആക്സസ് 125 ആകുമ്പോൾ നമുക്ക് എത്ര ബാക്കോട്ട് ഇരുന്നിട്ട് വേണമെങ്കിലും ഓടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കുറച്ച് ബാക്കോട്ട് കയറി ഇരുന്നാൽ ഒരു പ്രശ്നവും കാര്യങ്ങളില്ല. നേരെ മറിച്ച് എൻഡോർക്ക് ആണെങ്കിൽ കുറച്ച് താലോട്ടേക്ക് ഇരിക്കേണ്ടി വരും, മുകളിലോട്ട് കയറി ഇരിക്കാൻ കഴിയില്ല, നമ്മൾ താലോട്ടേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ രണ്ട് വണ്ടിയും തമ്മിലുള്ള സൗണ്ട് കമ്പാരിസൺ ചെയ്യാന്നുണ്ടെങ്കിൽ ആക്സസ് വണ്ടിക്ക് ഈ ഒരു സൗണ്ടാണ് ഉള്ളത്. ഞാൻ കേൾക്കുന്നുണ്ടോ അറിയില്ല, ഈ ഒരു സൗണ്ടാണ് ഉള്ളത്. എൻഡോർക്ക് വണ്ടിയാകുമ്പോൾ കുറച്ചും കൂടെ സൗണ്ട് കൂടുതലാണ്. ആക്സസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സൗണ്ട് കൂടുതലാണ് എൻഡോർക്ക് വണ്ടിക്ക് ഉള്ളത്. നല്ല അത്യാവശ്യം എന്താ പറയുക കേൾക്കാൻ സുഖമില്ല ഒച്ച തന്നെയാണ്. റൈഡിങ്ങിൽ പ്രത്യേകിച്ച് ഡിസ്കംഫേർട്ട് ആക്കുന്ന തരത്തിലുള്ള ഒച്ചയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളും വരുന്നത് ബോഡിയിലാണ്. ഓക്കെ, ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും വരുന്നത് ബോഡിയിലാണ്. ആക്സസ് 125ൻ്റെ ലൈറ്റും ഹെഡ്ലൈറ്റും കാര്യം വരുന്നത് ഹാൻഡിലും, അതേപോലെ തന്നെ പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും വരുന്നത് ബോഡിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതെന്ന് പറയുന്നത് ബോഡിയിൽ ഇപ്പോൾ ഇത് ബോഡിയിൽ കൊടുത്താൽ ഇറക്കൂല സ്ഥലത്തുനിന്നും കയറ്റൂല സ്ഥലത്തുനിന്നും കുറച്ച് മലയോര മേഖലയിലെല്ലാം പോകുമ്പം വളവ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈറ്റ് പോകുന്നത്. നമ്മൾ വളക്കുന്നതിനനുസരിച്ച് ഒരിക്കലും ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയില്ല. വണ്ടി തിരിഞ്ഞാൽ മാത്രമേ ലൈറ്റ് നമുക്ക് ആ ഉദ്ദേശിച്ച പൊസിഷനിലേക്ക് കാണാൻ പറ്റും. ഹാൻഡിൽ കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ ഹാൻഡിൽ നമ്മൾ എങ്ങോട്ടാണോ വളക്കുന്നത് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ലൈറ്റ് പോകുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ കംഫേർട്ട് ഹാൻഡിൽ കൊടുക്കുന്നതാണ് നമുക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വന്നിട്ടില്ല വെച്ചാൽ പിന്നെ ഒരു മാറ്റം ഇതിൻ്റെ ഇഗ്നീഷനിൽ വരുന്നത് രണ്ട് വണ്ടിയുടെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഇഗ്നീഷൻ എടുത്താൽ ഇതിൽ ഹാൻഡ് ലോക്കും അതേപോലെ തന്നെ സീറ്റ് ഓപ്പണും വരുന്നുണ്ട്. പിന്നെ സാധാ ഓണും ഓഫും, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ ഇഗ്നീഷനിൽ വരുന്നത്. എൻഡോർക്കിൻ്റെ ഇഗ്നീഷനിൽ നോക്കുമ്പം ഓണും ഓഫും ഹാൻഡ് ലോക്കും. ഓക്കെ, സീറ്റും അതേപോലെ തന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഓപ്പണും വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. രണ്ടും ഒരുമിച്ച് കൊടുത്തിട്ടില്ല. രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യുമ്പം രണ്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ ഒരേ കീയിൽ തന്നെ ഇപ്പം സീറ്റ് ഓപ്പണും അതേപോലെ തന്നെ ടാങ്കിൻ്റെതും ഹാൻഡ് ലോക്കും ഓണും ഓഫും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കീക്ക് ചിലപ്പോൾ പെട്ടെന്ന് പണി കിട്ടിയാൽ നമുക്ക് എന്താ പറയുക ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വണ്ടി മാറും. കാരണം ഈ ഒരു ലോക്ക് നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ സീറ്റും എല്ലാ ഒരു സംഭവം ഈ ഒരു ലോക്ക് തന്നെ കൊടുക്കുമ്പോൾ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ എടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല സീറ്റ് ഓപ്പൺ എങ്ങനെ, ഹാൻഡ് ലോക്ക് എങ്ങനെ, അതേപോലെ തന്നെ ടാങ്ക് ഓപ്പൺ എങ്ങനെ, ഇങ്ങനെ തിരിച്ച് കളിക്കും. അപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഓരോ വണ്ടിയിൽ എല്ലാം ഇഗ്നീഷനിലാണ് കൊടുക്കുന്നത്. അത് സെപ്പറേറ്റ് ആക്കിയത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ആക്സസ് 125ൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇഗ്നീഷനിൽ സീറ്റ് ഇഗ്നീഷനിൽ തന്നെ വരുന്നുണ്ട്. ടാങ്കിൻ്റെത് പുറത്തേക്ക് വന്നിട്ടുണ്ട് BS6 മോഡലിൽ. അപ്പോൾ അടുത്തൊരു അപ്ഡേഷനിൽ അവർ ഞങ്ങൾക്ക് തോന്നുന്നു മിക്കവാറും ഇഗ്നീഷനിലേക്ക് തന്നെ ഈ ടാങ്ക് ഓപ്പണും കൊണ്ടുവരാൻ നോക്കും. ഞാൻ ഇപ്പോൾ ഇതേപോലെ പറഞ്ഞ കണക്ക് എല്ലാം ഇഗ്നീഷനിലാവുമ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടാണ് അവർ അത് മാറ്റിയതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സീറ്റ് കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ ആക്സസ് 125 BS6ൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ പറയുന്നത് ഇതിൻ്റെ സീറ്റിനിടയിൽ ഓവറായിട്ട് ഹീറ്റ് വരുന്നുണ്ട്. ഹീറ്റ് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹീറ്റ് വരുന്നുണ്ട്. നല്ല റണ്ണിങ് എല്ലാം നല്ലോണം ഓടുമ്പം നല്ല രീതിയിൽ സീറ്റിൻ്റെ അടിയിൽ ഹീറ്റ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സീറ്റിൻ്റെ അടിയിൽ ഹോളും കാര്യങ്ങളൊന്നും ഇല്ല. പുറത്തേക്ക് ഈ എൻജിനിൻ്റെ നേരെ അടിയിലാണ് വരുന്നത്. അപ്പോൾ എൻജിനിൽ വരുന്ന ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോളും കാര്യങ്ങളൊന്നും
ഇതിൻ്റെ അടിയിലില്ല. മുമ്പത്തേനുള്ള ഇവിടെ ഒരു ഹോളും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ഇപ്പോൾ ഹോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഹീറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഫോണും കാര്യമെല്ലാം വെച്ച് നല്ലോണം ഹീറ്റ് ആകുന്നുണ്ട്. എൻഡോർക്കിനെ അപേക്ഷിച്ച് എന്താ പറയുക, എൻഡോർക്കിന് സീറ്റിൻ്റെ അടിയിലേക്ക് അങ്ങനെ ഹീറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആക്സസ് 125 BS6 അപേക്ഷിച്ച് നല്ല രീതിയിൽ ഹീറ്റും കാര്യം വരുന്നുണ്ട്. ഇതാണ് എൻഡോർക്ക് 125 സീറ്റിൻ്റെ ഉള്ളിൽ. ഇതിൽ വലിയ രീതിയിൽ ഹീറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ആക്സസിൻ്റെ അത്ര എന്തായാലും വരുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഓപ്പണും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. രാത്രി നമുക്ക് സ്റ്റോറേജിൻ്റെ ഇവിടെ തുറക്കുമ്പോൾ LED കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ വണ്ടിയുടെ റണ്ണിങ് ഞാൻ നേരത്തെ പറഞ്ഞു കണക്കാം, മീറ്റർ രണ്ടും വ്യത്യാസമുണ്ട്. എൻഡോർക്ക് 125 മീറ്റർ വരുന്നത് ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. ഓക്കെ, ഇതിൽ അനലോഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്ന് പോയാൽ ഇത് മൊത്തത്തിൽ പോയി. ഇതിന് 2 തരത്തിലെ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒറ്റൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ മാത്രമേ ഇനി വരുന്നുള്ളൂ. എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പീഡ്, അതേപോലെ തന്നെ ട്രിപ്പ് A B, ടൈമും ഉണ്ട്. അതേപോലെ തന്നെ കിലോമീറ്ററിൻ്റെ എല്ലാവിധ അപ്ഡേഷനും, പിന്നെ ഹീറ്റും അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വന്നൊരു ഡിഫറൻസ് പറഞ്ഞാൽ ഇതിന് കിൽ സ്വിച്ച് ഉണ്ട്. എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് എൻഡോർക്ക് 125 ഉണ്ട്. അപ്പോൾ ആക്സസ് 125 കിൽ സ്വിച്ച് കൊടുത്തിട്ടില്ല അവർ. BS6 മോഡലിൽ, ലേറ്റസ്റ്റ് മോഡലിലും അവർ എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടില്ല. ഈ ഒരു ടൈപ്പ് മോഡലിലാണ് അവരെ സ്റ്റാർട്ടിങ് വരുന്നത്. സെൽഫ് വരുന്നത് ഈ ഒരു ടൈപ്പ് മോഡലാണ്. മീറ്ററിലേക്ക് വരുമ്പം മീറ്റർ കൊടുത്തിട്ടില്ല വെച്ചാൽ അനലോഗും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റലും കൊടുത്തിട്ടുണ്ട്. അനലോഗിൽ സ്പീഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിജിറ്റലിൽ കൊടുത്തിട്ടില്ല പറഞ്ഞാൽ കിലോമീറ്റർ, അതേപോലെ തന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, അതേപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ഈ റാ പോലത്തെ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി നമുക്ക് ഓയിൽ മാറ്റേണ്ട ഇതും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 2500 ഓയിൽ മാറ്റാനുണ്ടെങ്കിൽ ഈ ഒരു മീറ്ററിൽ സെറ്റാക്കി വെക്കാം. 2200 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്കൊരു വാർണിംഗ് ലൈറ്റ് വരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് മാറ്റാൻ പറ്റുന്ന ഓയിൽ. ഓക്കെ, പിന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് വെച്ചാൽ എൻഡോർക്ക് 125 നല്ല ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെ എൻഡോർക്ക് 125 നമുക്ക് തരുന്നുണ്ട്. ആക്സസ് നോക്കുമ്പോൾ ആക്സസ് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. ഇപ്പം യൂണിക്കോണും അതേപോലെ തന്നെ ഹോർനെറ്റും നോക്കുന്നതാണെങ്കിൽ യൂണിക്കോണും സ്റ്റാൻഡേർഡ് ലുക്കാണ്. ഹോർനെറ്റ് പറയുന്നത് കുറച്ച് ലുക്ക് കൂടുതലാണ്, ഒരു സ്പോർട്ടി ലുക്കിലേക്കാണ് വരുന്നത്. അതേപോലെയാണ് ആക്സസ് 125 എൻഡോർക്ക് 125 വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന ഈ 2 വണ്ടിയിൽ ഏത് എടുക്കണം എന്ന് ഡൗട്ടില്ലവർക്ക്, നിങ്ങൾ നല്ല രീതിയിൽ കംഫേർട്ടും അതേപോലെ തന്നെ മൈലേജും കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ, ഈ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്സസ് 125 എടുക്കാം. അതല്ല നിങ്ങൾ കുറച്ച് സ്പോർട്ടി ആയിട്ടാണ് വണ്ടിയുടെ ലുക്ക് കുറച്ച് ഇമ്പ്രൂവ് ആക്കി ഭയങ്കര സ്പോർട്ടി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഡോർക്കിലേക്ക് എടുക്കുക. സ്പീഡും കാര്യങ്ങളും എൻഡോർക്കിൽ നല്ല രീതിയിൽ വണ്ടി പുള്ളിങ് ഉണ്ട്, മൂവിങ് ഉണ്ട്, ബ്രേക്കിംഗ് സിസ്റ്റം വളരെയധികം പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ ആകെ എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് പറയാനില്ല, വണ്ടി പെട്ടെന്ന് ഹീറ്റാകുന്നുണ്ട്. റേസിങ് കുറച്ച് കൂടുതലാണ് ആക്സസിനെ അപേക്ഷിച്ച്. ആക്സസ് ഇപ്പം പോകുന്നത് റേസിങ് കുറച്ച് കുറവാണ്. ഭാവിയിൽ കുറേ കിലോമീറ്റർ ഓടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. എന്നാലും ഈ 2 വണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്സസ് 4000 കിലോമീറ്റർ ഓടി, ഈ എൻഡോർക്ക് 125 1500 കിലോമീറ്റർ ഓടിയിട്ടില്ലും. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ടിൽ ആക്സസ് ആണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വരുന്ന മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം LED ആയിട്ടുണ്ട്. പഴയ മോഡൽ ഇത് BS4 വരുന്നത്. ഇതിൽ യെല്ലോ ലൈറ്റായി ഉള്ളത്, ഇതിൽ വൈറ്റ് ലൈറ്റായി ഉള്ളത് BS6 മോഡൽ. ഇതിൻ്റെ പാർക്കിംഗ് ലൈറ്റെല്ലാം യെല്ലോ കളർ തന്നെയാണ്. അത് കളർ ചേഞ്ച് ആക്കിയാണ് കൂളിംഗ് അടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഓവറോൾ നോക്കുമ്പം എന്തുവേണ്ട 2 വണ്ടിയും നല്ല രീതിയിൽ പോകുമ്പോൾ ഒരു കംഫർട്ടും കാര്യം തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ആക്സസിന് കുണ്ടും കാര്യം ചെറിയ കുണ്ടും കാര്യങ്ങളെല്ലാം ആക്സസിൽ പോകുമ്പോൾ അറിയുന്നില്ല. എൻഡോർക്ക് 125 പോകുമ്പോൾ നല്ല രീതിയിൽ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. ചെറിയ എന്താ പറയുക, പോക്കറ്റ് റോഡിലെല്ലാം പോകുമ്പോൾ വണ്ടി ഇങ്ങനെ തുള്ളി പോകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. എന്നാലും എന്താ പറയുക, നമുക്ക് 2 വണ്ടിനായിട്ട് അധികം എടുത്ത് കുറ്റം പറയാനൊന്നുമില്ല. 2 വണ്ടിയും നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ നിങ്ങൾ ഓടിച്ച് നോക്കാം. നിങ്ങൾക്ക് ഷോറൂമിൽ പോയ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കിട്ടും.
രണ്ട് വണ്ടി ഓടിച്ച് നോക്കാം, രണ്ട് കമ്പനിയിലും പോയിട്ട് ഓടിച്ച് നോക്കാം. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വണ്ടി എടുക്കുക. ലുക്കിലും കാര്യം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എൻഡോർക്ക് തന്നെ ആയിരിക്കും ലുക്കിലും എല്ലാത്തിലും നല്ല രീതിയിൽ എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയത്. പിന്നെ കുറച്ച് നേരെ മറിച്ച് ലേഡീസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ നോക്കുക, ആക്സസ് 125 ഓടിച്ച് നോക്കാം, എൻഡോർക്ക് ഓടിച്ച് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കമ്പനികളെ വണ്ടി നോക്കാം, ഹോണ്ടയോ ആക്റ്റീവയോ ഇല്ലെങ്കിൽ ഏത് വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഡിയോ ആയാലും ഏത് പുതിയ BS6 മോഡൽ വരുന്ന വണ്ടിയെല്ലാം നിങ്ങളൊന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി വാങ്ങാം. അല്ലാണ്ട് വണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി എടുക്കണമെന്ന് തോന്നി നേരെ പോയി ഷോറൂമിൽ പോയി പൈസ അടച്ച് വണ്ടി എടുക്കുകയല്ല വേണ്ടത്. അതിന് മുമ്പേ വണ്ടിയെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം. നിങ്ങൾ ചെങ്ങായിമാരെയും ആരെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അത് ഓടിച്ച് നോക്കി നിങ്ങൾക്ക് കംഫർട്ടാണ്. ഇപ്പോൾ ഓരോരാൾക്ക് ഹൈറ്റുള്ളവർക്ക് ചിലപ്പോൾ ഈ വണ്ടി സ്യൂട്ടാവില്ല. എൻഡോർക്ക് ചിലപ്പോൾ കുറേ ഹൈറ്റുള്ളവർക്ക് ചിലപ്പം ഇരിക്കുന്നതിൽ ചെറിയ പ്രോബ്ലം കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വേറെ വണ്ടി നോക്കാം, ആക്സസോ ആക്റ്റീവോ വേറെ ഏതെങ്കിലും കമ്പനി വണ്ടി നോക്കാം. ഹോണ്ടൊരു ഇഷ്ടംപോലെ ഇപ്പം സ്കൂട്ടർ ടൈപ്പ് ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട്, ഗിയർലെസ് വണ്ടി ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ വാങ്ങുമ്പോൾ നിങ്ങൾ മാക്സിമം BS6 മോഡൽ വണ്ടി തന്നെ വാങ്ങാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ BS6-ന് BS4-നെ അപേക്ഷിച്ച് കാർബറേറ്റർ സിസ്റ്റം അല്ല, FI മോഡലാണ് വരുന്നത്. അപ്പം മൈലേജും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ഉണ്ടാകും. സൗണ്ടെല്ലാം കുറച്ച് സോഫ്റ്റ് ആവും, സൗണ്ട് കുറച്ച് കുറയാൻ, നോയ്സ് എല്ലാം കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടി ഓവറോൾ എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പം BS6 മോഡൽ വണ്ടിയെല്ലാം എടുക്കുമ്പം കാർബറേറ്റർ സിസ്റ്റം അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പണിയും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് ശരിയാക്കാൻ നോക്കുക. സാധാ ഒരു എൻജിൻ റിലേറ്റഡ് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ സാധാ ഒരു വർക്ക്ഷോപ്പിൽ ഒരിക്കലും കയറ്റാൻ പാടില്ല. നിങ്ങൾ അതിൻ്റെ ഷോറൂമിൽ തന്നെ കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഇതിനെ സംബന്ധിച്ച് ഈ വണ്ടിയുടെ കാര്യങ്ങൾ ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയവർക്ക് മാത്രം വണ്ടി കൊണ്ടു കൊടുക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, ബ്രേക്ക് പാഡ്, അങ്ങനത്തെ ചെറിയ ബൾബിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ, അങ്ങനത്തെ എല്ലാം ചെറിയ പ്രോബ്ലം മാത്രം വർക്ക്ഷോപ്പിൽ കാണിക്കുക. അല്ലെങ്കിൽ എൻജിൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മീറ്ററിൽ എന്തെങ്കിലും വാണിംഗ് ലൈറ്റ്, ഇതിന് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വാണിംഗ് ലൈറ്റ്. ഇപ്പോൾ ആക്സസ് 125 എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാണിംഗ് ലൈറ്റ് കത്തും. അഥവാ വാണിംഗ് ലൈറ്റ് നിങ്ങൾക്ക് കത്തുന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ഷോറൂമിൽ കാണിക്കണം. കാരണം എന്ന് വെച്ചാൽ വാണിംഗ് ലൈറ്റ് എൻജിൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് വാണിംഗ് ലൈറ്റ് എല്ലാം കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ വാണിംഗ് ലൈറ്റും സംഭവം വരുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ പോയിട്ട് കാണിക്കാം. അതേപോലെ തന്നെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ രണ്ടിൻ്റെയും ബാക്ക് വശം നോക്കുമ്പം ഇതാണ് എൻഡോർക്ക് 125-ൻ്റെ ബാക്ക് വശം വരുന്നത്. നല്ല സ്പോർട്ടി ലുക്കാണ്, എന്തോ ഒരു പാങ്ങാണ് കാണാൻ. നല്ല നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ലുക്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു TVS അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സസിൻ്റെ വരുമ്പോൾ ആക്സസ് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. TVS-ൻ്റെയും അതേപോലെ തന്നെ സുസുക്കിയും ഇത് നോക്കുമ്പോഴേക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് കാണുന്നുണ്ട്. അതിൻ്റെ ബാക്കും ഇതിൻ്റെ ബാക്കും നല്ല രീതിയിലാണ് ഡിഫറൻസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ഇപ്പം ആക്സസ് 125 BS6-യുടെ ചാർജിങ് പോർട്ടെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് BS6 അല്ലാത്തതുകൊണ്ടാണ് അതൊന്നും ഞാൻ കമ്പയർ ചെയ്യാത്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ മോഡലിൽ അതേപോലെ തന്നെ എല്ലാവിധ സംഭവങ്ങളും ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. LED ലൈറ്റും കാര്യങ്ങളും എല്ലാം BS6 മോഡലിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ വീഡിയോ ഉണ്ടാവും, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ക്യാരിയും കാര്യങ്ങളും ഒരു കുളത്തും കാര്യങ്ങളും ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഇതിൻ്റെ ലാസ്റ്റ് ഒരു റൈഡിങ് വീഡിയോ ആണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും ചാർജിങ് പോർട്ടും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ആക്സസ് 125-ൻ്റെ വരുന്നത് വെച്ചാൽ പുറത്തുതന്നെ വരുന്നുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ കൊടുത്തിട്ടില്ല. ഈ ഒരു സൈഡിലായിട്ടാണ്. എൻഡോർക്ക് 125-ൻ്റെ വരുന്നത് സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. സീറ്റിൻ്റെ അടിയിലാണ് ചാർജിങ് ഓപ്ഷനും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, BS6-ൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും കിട്ടിയ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻഡോർക്ക് 125 BS6-ൻ്റെ തന്നെ.
വണ്ടി കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 2 വണ്ടിയിലും എടുക്കുന്നില്ല, ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നതാണ് എൻഡോർക്ക് 125 എടുക്കണോ ആക്സിസ് 125 എടുക്കണോ, ആ ഒരു ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 വണ്ടിയും പെർഫോമൻസും കാര്യങ്ങളെല്ലാം ചെറിയ തരത്തിലെ വ്യത്യാസമില്ല. 2 വണ്ടിയും നല്ല തന്നെയാണ്. മൈലേജും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ലുക്കും നിങ്ങൾക്ക് കംഫർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്സസ് 125 എടുക്കുക. അതേപോലെ തന്നെ ലഗേജും കാര്യങ്ങളും കുറച്ച് കുറച്ച് മാർക്കറ്റിലും കാര്യങ്ങൾക്കും പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് 125 എടുക്കാൻ ക്യാരിയും മുമ്പിൽ ലഗേജ് വെക്കാനുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ഫുഡ് സ്പേസ് എല്ലാം നല്ലോണം അധികമുണ്ട്. എൻഡോർക്കിൽ ഫുഡ് സ്പേസ് എല്ലാം വളരെ കുറവാണ്. പിന്നെ റൈഡിങ് കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ റേസ് മോഡ്, ഇപ്പം എൻഡോർക്ക് 125 റേസ് മോഡ് ഉണ്ട്. നല്ല രീതിയിൽ അതായത് നല്ല പുള്ളിങ്ങും കാര്യങ്ങളും സ്പീഡും കാര്യങ്ങളും വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. സ്പോർട്ടി ലുക്കും കാര്യങ്ങളും അതേപോലെ മോഡിഫിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻഡോർക്ക് 125 നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. താങ്ക് യു. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, വെറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ. ചോര കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിൽ അല്ലി ചെറുക്കൻ. കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു